ലിംഗരാജ ക്ഷേത്രം. സാധനാപഥത്തിൽ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ലിംഗരാജ ക്ഷേത്രത്തിലേക്കാണ്. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ ക്ഷേത്രമാണ് ലിംഗരാജ ക്ഷേത്രം. ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഭുവനേശ്വറിൻ്റെ പ്രധാന അടയാളമാണ് ഈ ക്ഷേത്രം. AD 11-ാം നൂറ്റാണ്ടിൽ സോമവംശി രാജവംശത്തിലെ ജജാതികേശരി രാജാവാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിച്ചത്. എന്നാൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾ 6-ാം നൂറ്റാണ്ടിലേതാണെന്ന് കരുതപ്പെടുന്നു. കലിംഗ വാസ്തുവിദ്യാശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ചുവന്ന കല്ലിൽ തീർത്ത ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിന് ഏകദേശം 180 അടി ഉയരമുണ്ട്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ശിവനെയും വിഷ്ണുവിനെയും ഒരേപോലെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠയെ ഹരിഹരൻ എന്ന് വിളിക്കുന്നു. ശൈവ വൈഷ്ണവ വിശ്വാസങ്ങളുടെ സമന്വയമാണിത്. ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂവാണ്, അതായത് ഭൂമിയിൽ നിന്നും താനേ ഉണ്ടായത്. 8 അടി വ്യാസവും 8 ഇഞ്ച് ഉയരവുമുള്ള ഒരു വലിയ ശിലാഖണ്ഡമാണ് ഇവിടുത്തെ ശിവലിംഗം. സാധാരണ ശിവക്ഷേത്രങ്ങൾക്ക് മുകളിൽ ത്രിശൂലമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ലിംഗരാജ ക്ഷേത്രത്തിന് മുകളിൽ അമ്പും വില്ലുമാണുള്ളത്. ശ്രീരാമൻ ഇവിടെ വന്ന് ആരാധന നടത്തിയിരുന്നു എന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ. ക്ഷേത്രത്തിന് സമീപമുള്ള വലിയ തടാകമാണ് ബിന്ദുസാഗർ. പാർവതി ദേവിയുടെ ദാഹം തീർക്കാൻ ശിവൻ ഭൂമിയിലെ എല്ലാ പുണ്യനദികളിലെയും ജലം ഇവിടെ എത്തിച്ചു എന്നാണ് ഐതിഹ്യത്തിലുള്ളത്. ലിംഗരാജ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഭാരതീയ പുരാണങ്ങളിലെ മനോഹരമായ ചില കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവപുരാണ പ്രകാരം ശിവൻ കാശിയിൽ വസിച്ചിരുന്ന കാലത്ത് അവിടെ വലിയ തിരക്കായി. ശാന്തമായിരിക്കാൻ ഒരിടം തേടിയ ശിവൻ ഏകാമ്ര കാനനം എന്ന് വിളിച്ചിരുന്ന ഇന്നത്തെ ഭുവനേശ്വറിലെത്തി. ഇവിടെ ശിവന് വളരെ പ്രിയപ്പെട്ടതായി മാറി. ഒരിക്കൽ പാർവതി ദേവി ഈ പ്രദേശം കാണാനായി ഗോപാലികയുടെ വേഷത്തിൽ ഇവിടെ എത്തി. അന്ന് ആ വനത്തിൽ കൃതി വാസ എന്ന 2 അസുരന്മാർ താമസിച്ചിരുന്നു. ദേവിയുടെ സൗന്ദര്യത്തിൽ മോഹിതരായ അവർ ദേവിയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ദേവി ഒരു നിബന്ധന വെച്ചു. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്നെ തോളിൽ കയറ്റി ഈ വനം മുഴുവൻ ചുറ്റിക്കാണിക്കണം, എങ്കിൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാം. അസുരന്മാർ സമ്മതിക്കുകയും ദേവിയെ തോളിലേറ്റുകയും ചെയ്തു. ആ നിമിഷം ദേവി തൻ്റെ ദിവ്യരൂപം സ്വീകരിച്ച് അവരെ ചവിട്ടിത്താഴ്ത്തി വധിച്ചു എന്നാണ് വിശ്വാസം. ഈ യുദ്ധത്തിന് ശേഷം ദാഹിച്ച ദേവിക്ക് വേണ്ടി ശിവൻ തൻ്റെ ത്രിശൂലം കൊണ്ട് മണ്ണിൽ കുഴിച്ച് നദികളിലെ ജലം അവിടെ എത്തിച്ചു എന്നൊരു വിശ്വാസമുണ്ട്. അതാണ് ഇന്ന് ക്ഷേത്രത്തിന് സമീപം കാണുന്ന ബിന്ദുസാഗർ തടാകം. ലിംഗരാജ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ശിവനും വിഷ്ണുവും ഒരേ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നു എന്നതാണ്. ശിവൻ ഈ പ്രദേശത്ത് തൻ്റെ വാസം തുടങ്ങിയപ്പോൾ വൈഷ്ണവ വിശ്വാസികൾക്കും ഇവിടെ ആരാധന നടത്തുവാൻ താല്പര്യമുണ്ടായി. ഭക്തർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശിവനും വിഷ്ണുവും ഒരേ സ്ഥലത്ത് വസിക്കാൻ തീരുമാനിച്ചതായി പറയുന്നു. ഇതിൻ്റെ പ്രതീകമായി ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെ പകുതി ഭാഗം ശിവനായും പകുതി ഭാഗം വിഷ്ണുവായും കണക്കാക്കപ്പെടുന്നു. ഈ ലയനം കൊണ്ട് ഇതിനെ ഹരിഹരൻ എന്ന് വിളിച്ചു. ക്ഷേത്രത്തിലെ പൂജകളിൽ തുളസിയിലെയും കൂവളത്തിലെയും ഒരുപോലെ ഉപയോഗിക്കുന്നത് ഈ ഐതിഹ്യം കാരണമാണ്. മറ്റൊരു ഐതിഹ്യം രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. വനവാസക്കാലത്ത് ശ്രീരാമൻ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. രാമൻ്റെ ഭക്തിയിൽ പ്രീതനായ ശിവൻ അദ്ദേഹത്തിന് ദർശനം നൽകി. ഇതിൻ്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് മുകളിൽ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ കാണുന്ന ത്രിശൂലത്തിന് പകരം അമ്പും വില്ലും ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതര മതസ്ഥർക്ക് ക്ഷേത്രം കാണുന്നതിനായി പുറത്ത് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാൽ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ കാണാവുന്നതാണ്. സന്ദർശകർ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നു. ഷോർട്സ്, സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ, കീറിയ ജീൻസ് എന്നിവ ഒഴിവാക്കണമെന്നും പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഉചിതമെന്നും പറയുന്നു.
ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ, ക്യാമറ, തോൽ വസ്തുക്കൾ എന്നിവ കൊണ്ടുപോകരുതെന്നും അവിടുത്തെ നിഷ്ഠയിലുണ്ട്. ദിവസവും രാവിലെ 6:30 മുതൽ 7:30 വരെയാണ് സന്ദർശന സമയം. ഉച്ചയ്ക്ക് പൂജയ്ക്കായി നട അടയ്ക്കാറുണ്ട്. ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ദൂരമേ ഇവിടെ ഉണ്ടാവും ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. ഭുവനേശ്വർ വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഒരു ടാക്സിയിലോ ഓട്ടോയിലോ വേഗം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. നമുക്ക് പോകാം ഭുവനേശ്വറിലെ ലിംഗരാജ ക്ഷേത്രത്തിലേക്ക് സാധനാപദത്തിനൊപ്പം. നന്ദി.